ശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചുവെന്ന് പറയുമ്പോഴും ഇന്നും മനുഷ്യന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ അതിനാവാറില്ല. മനുഷ്യനും പ്രകൃതിയും ഈ ഭൂമിയുമെല്ലാം എല്ലാ കാലത്തും ഏറെ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കും നിഗൂഢതകൾക്കുമുള്ള ഉത്തരം പലപ്പോഴും വിശ്വാസത്തിൽ അടങ്ങിയിരിക്കാം. കോഇൻസിഡൻസ് ഈസ് ഗോഡ്സ് വേ ഓഫ് റിമൈനിങ് അനോണിമസ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. മെക്സിക്കോയിലെ ചിഗുവാഗുവ മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു നിഗൂഢ സ്ഥലം സ്ഥിതി ചെയ്യുന്നുണ്ട്. നിശബ്ദ മേഖല എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തെത്തിയാൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് നിർത്തും. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വെറും 25 മൈൽ അകലെ മാത്രമുള്ള ഈ തരിശുഭൂമി സന്ദർശകരെ ഭാഗ്യലോകത്ത് നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന ഒരു നിഗൂഢ സ്ഥലമാണ്. ഈ പ്രതിഭാസത്തിന് പിന്നിലെ കാരണം ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു പ്രഹേളികയായി തുടരുന്നു എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ വസ്തുത. ഈ നിഗൂഢ മേഖലയെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത് 1970 ഒരു അമേരിക്കൻ മിസൈൽ ഇവിടെ തകർന്നു വീഴുന്നതിനെ തുടർന്നാണ്. മിസൈലിനെ കുറിച്ച് അന്വേഷിക്കാനെത്തിയ അമേരിക്കൻ വ്യോമസേന സംഘം അവിടെ വെച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കി. GPS ഉപകരണങ്ങൾ മാത്രമല്ല, അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നില്ല. TV, റേഡിയോ, ഷോർട്ട് വേവ് ഉപഗ്രഹ സംപ്രേഷണങ്ങൾ എന്നിവയൊന്നും ഈ പ്രദേശത്ത് ലഭ്യമല്ലായിരുന്നു. അങ്ങനെയാണ് ആ സംഘം ഇതിനെ സോൺ ഓഫ് സൈലൻസ് എന്ന് നാമകരണം ചെയ്തത്. വർഷങ്ങളായി ഈ പ്രദേശം ഒരു ഇരുണ്ട മേഖലയായി അറിയപ്പെടുന്നു. ഇവിടെ സിഗ്നലുകൾ എത്താത്തതിനാൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗശൂന്യമാകുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട ഗവേഷണങ്ങൾ നടന്നിട്ടും ഈ പ്രതിഭാസത്തിന് പിന്നിലെ കൃത്യമായ കാരണം ഇപ്പോഴും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ അന്വേഷണത്തിന് ശേഷം മെക്സിക്കൻ സർക്കാർ ഈ മരുഭൂമിയിൽ ദ സോൺ എന്ന പേരിൽ ഒരു വലിയ ലബോറട്ടറി സ്ഥാപിച്ചു. മരുഭൂമിയിലെ സസ്യങ്ങളും പ്രാണികളും ഉൾപ്പെടെയുള്ള അതുല്യമായ ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ലാബിന്റെ ലക്ഷ്യം. എന്നാൽ ഇവിടെ സിഗ്നലുകൾ ലഭ്യമല്ലാത്തത് മുതലെടുത്ത് സർക്കാർ രഹസ്യ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും പലരും വിശ്വസിക്കുന്നു. ഈ മേഖലയ്ക്ക് പ്രത്യേക കാന്തിക ഗുണങ്ങളുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. ഈ കാന്തിക ശക്തിയായിരിക്കാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്തതിന്റെ കാരണം. എന്നാൽ ഈ കാന്തിക ശക്തിയുടെ ഉറവിടം എന്താണെന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം ടീറ്റീസ് എന്നറിയപ്പെടുന്ന ഒരു കടലാർന്നിരിക്കാം എന്നും ഗവേഷകർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ രഹസ്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് പ്രദേശവാസികളുടെ വിശ്വാസങ്ങളാണ്. അമാനുഷിക ശക്തികളുടെയോ അന്യഗ്രഹ ജീവികളുടെയോ ആവാസ കേന്ദ്രമാണിതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആകാശത്ത് അസാധാരണമായ തിളക്കങ്ങൾ കാണാറുണ്ടെന്നും ചെടികൾ തനിയെ കത്തുന്നതായി തോന്നാറുണ്ടെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു TV സംഘം ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഇതിനാക്കം കൂട്ടുന്നതാണ്. മുഖം മറച്ച നീളമുള്ള റെയിൻകോട്ട് പോലുള്ള വസ്ത്രം ധരിച്ച നിഗൂഢരായ ചില വ്യക്തികൾ അവരെ വഴി കാണിക്കാൻ വന്നതായി അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും നിഗൂഢവും വിശദീകരിക്കാനാവാത്തതുമായ സ്ഥലങ്ങളിൽ ഒന്നായി സോൺ ഓഫ് സൈലൻസ് ഇന്നും തുടരുന്നു. ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ സ്ഥലം അതിന്റെ രഹസ്യങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു.